പരുന്തുംപാറയിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നത്തിൽ സിപിഐഎമ്മിന്റെ നിലപാട് വിശദമാക്കി നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു. നയവിശദീകരണ യോഗം സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ അധ്യക്ഷത വഹിച്ച യോഗം സിപിഐഎം ഏരിയ സെക്രട്ടറി S സാബു സ്വാഗതം ആശംസിച്ചു. കൃത്യമായി എണ്ണയിട്ട് തിരിച്ച് സർക്കാർ ഭൂമിയും വനഭൂമിയെ സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അവിടെ കാണാൻ കഴിഞ്ഞൊരു കാര്യം, ആ ജണ്ടയ്ക്ക് മുകളിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ പുതിയ ജണ്ടയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യമായി അവിടെ ഭൂമി കൈയേറിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ്. റവന്യൂവിന്റെ ഭൂമി ആദ്യം കൈയേറിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ്. പതിറ്റാണ്ടുകളായി നിൽക്കുന്ന ജണ്ടയ്ക്കുള്ളിൽ നിൽക്കുന്ന ആ ജണ്ടയുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന ഞങ്ങൾക്കുള്ള വ്യക്തമായ അഭിപ്രായമുള്ളത്, പുതിയ കയ്യേറ്റങ്ങളോ സർക്കാർ ഭൂമിയോ ആരെങ്കിലും കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായി നിയമ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ CPM-ന് യാതൊരു തർക്കവുമില്ല. എന്നാൽ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി, തലമുറകളായി അവിടെ താമസിക്കുന്ന ഒട്ടേറെ ആളുകൾക്ക് ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഈ യോഗത്തെ സാക്ഷി നിർത്തി പറയാം, അവിടെ പതിറ്റാണ്ടുകളായി താമസിക്കുകയും കൈവേറ്റ അവിടെ സ്വന്തമായി ഭൂമിയുള്ളവരും വീട് വായിച്ച് താമസിക്കുന്നവരുമായ ഒരാളുകളെയും കുടിയിറക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അനുവദിക്കില്ല എന്ന കാര്യം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുക. അവിടെ പരുന്തുംപാറ സന്ദർശിച്ചതിൽ നിന്നും അവിടെ കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും കാലാകാലങ്ങളായി അവിടെ ജീവിച്ചു വരുന്ന ജനവിഭാഗങ്ങളുടെ സ്വത്തുക്കൾ മാത്രമാണ് ഉള്ളത് എന്നും, എന്നാൽ റവന്യൂ ഭൂമി കയ്യേറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിഷ്പക്ഷമായി ഗവൺമെന്റ് അന്വേഷിക്കണമെന്നും അവർക്കെതിരെ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. കയ്യേറ്റത്തിന്റെ പേര് പറഞ്ഞ് ഇപ്പോൾ ന്യായമായി താമസിച്ചു വരുന്ന ഒരാളെ പോലും അവിടെ നിന്ന് കുടിയിറക്കാൻ അനുവദിക്കില്ല എന്നും CPIM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. നയവിശദീകരണ യോഗത്തിന്റെ ഭാഗമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PS രാജൻ, R തിലകൻ തുടങ്ങിയവർ പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കി സംസാരിക്കും. പരുന്തുംപാറയിൽ നിലനിൽക്കുന്ന പ്രശ്നം മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും വനം വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും CV വർഗീസ് വ്യക്തമാക്കി. നിർമ്മാണ നിരോധന ഉത്തരവാവട്ടെ, ഏത് നിരോധന ഉത്തരവും 3 മാസക്കാലത്തോളം കാലയളവിൽ ഒരു നിരോധന ഉത്തരവ് ഇങ്ങനെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത്, പരുന്തുംപാറ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടുമായി മുന്നോട്ടു പോകുമെന്നും കയ്യേറ്റമുണ്ട് എങ്കിൽ അത് ഒഴിപ്പിക്കുക തന്നെ വേണമെന്നും അല്ലാത്ത ജനവിഭാഗങ്ങളെ ഉപദ്രവിക്കുന്ന സമീപനത്തിൽ നിന്നും ജില്ലാ ഭരണകൂടം പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു. ബ്യൂറോ, പീരുമേട്.